ഹലോ ഗൈസ്, എ കെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വീട് എന്നത് ഏവരുടെയും സ്വപ്നമാണല്ലോ. ഇന്ന് പയ്യന്നൂര് പെരുമ്പിക്കടുത്തുള്ള 50 ലക്ഷം രൂപയുടെ ഒറ്റനില വീടാണ് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 10.5 സെൻറ്റ് സ്ഥലവും വീടുമാണ്. കൃത്യമായ സ്പോട്ട് അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്റ്റ് നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. വീടിൻ്റെ അകത്തളങ്ങൾ കൃത്യമായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വാഹനങ്ങൾക്ക് വീട്ടിലേക്ക് വരാനുള്ള അത്യാവശ്യം വീതിയിലുള്ള റോഡാണ് വീഡിയോയിൽ ഉള്ളത്. ബസ് റൂട്ടിലേക്ക് വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ മതിയാവും. അടുത്തായി അമ്പലവും കാവുകളും ഉണ്ട്. വീട്ടിൻ്റെ ബാക്കിലുള്ള ചെറിയ സ്പേസും വീട്ടിൻ്റെ സൈഡിലുള്ള ചെറിയ സ്പേസുമാണ് വീഡിയോയിൽ. വീടിൻ്റെ മുൻവശവും ചുറ്റുമുള്ള പറമ്പുമാണിത്. ഇവിടെ ഒരു പ്ലാവും ചെമ്പകവും ഉണ്ട്. പിന്നെ പുറത്ത് അലക്കുകല്ലും സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന വീട്ടിൻ്റെ കിണറാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള ഒരു ചെറിയ സ്പേസാണിത്. ഇവിടെ ഗ്രിൽസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറത്താണ് സ്റ്റെയർ കേസ്. ഇരിക്കാനുള്ള ഇരിപ്പിടം ഇവിടെയായിട്ട് ഉണ്ട്. അത് ഈ പിക്ചറിൽ വ്യക്തമല്ലാന്നേ ഉള്ളൂ. സൈഡിലായിട്ടുണ്ട്. അത്യാവശ്യം സ്പേസുള്ള സെൻറ്റർ ഹാളാണ്. ഇവിടെ സോഫ സെറ്റും അതുപോലെ ടി വിയൊക്കെ ക്രമീകരിക്കാം. ഒരു പൂജാമുറിയും ഇവിടെയായിട്ടാണ് വരുന്നത്. പൂജാമുറി വീടിൻ്റെ ഐശ്വര്യമാണല്ലോ. ഗണപതിയുടെ ഫോട്ടോ പതിച്ച ഡോറും കൃഷ്ണൻ്റെ ഫോട്ടോ പതിച്ച ഭിത്തിയും കാണാം. കൂടുതൽ സ്പേസ്ഫുള്ളാണ് പൂജാമുറി. ഉള്ളിലേക്കായി വെളിച്ചെണ്ണയും മറ്റും വയ്ക്കാനുള്ള തട്ട് ഉണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള 3 റൂമുകളാണ് ഈ വീടിനുള്ളത്. ആദ്യ റൂമാണിത്. 2 വശങ്ങളിലായി ജനാലയും സാധനങ്ങൾ വയ്ക്കാനുള്ള തട്ടും ഈ റൂമിനുണ്ട്. രണ്ടാമത്തെ റൂമാണിത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ 2 വശങ്ങളിലായി ജനാലയും സാധനങ്ങൾ വയ്ക്കാനുള്ള തട്ടും ഉണ്ട്. ഇവിടെ AC വയ്ക്കാനുള്ള സ്വിച്ച് ബോർഡ് നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ റൂമാണിത്. ഇവിടെ ഒരു വശത്തായി ജനാലയും 2 വശങ്ങളിലായി 2 തട്ടുകളും ഉണ്ട്. സെൻറ്റർ ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നിടത്ത് ഒരു ഡോർ ഘടിപ്പിച്ചിരിക്കുന്നു. ഡൈനിങ് ഹാളിലേക്ക് കാറ്റും വെളിച്ചവും വരുന്ന രീതിയിൽ ജനാലകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകുവാനുള്ള വാഷ് ബേസിൻ ഡൈനിങ് ഹാളിൻ്റെ അടുത്തായി തന്നെയുണ്ട്. ബാത്റൂമും ടോയ്ലറ്റും ഒരുമിച്ചാണ് വരുന്നത്. യൂറോപ്പിന് വേണ്ടിയുള്ള സെറ്റപ്പുകൾ അവിടെ ഉണ്ട്, ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു അടുക്കള തന്നെയാണ്. അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സ്റ്റോർ ചെയ്യാൻ വിറക് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ താഴെയായിട്ടൊരു സ്പേസ് ഉണ്ട്. അതുപോലെ ഗ്യാസ് സിലിണ്ടർ ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അടിയിലായിട്ട് നിങ്ങൾക്ക് മരത്തിനെ കൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യേണ്ട രീതിയിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. പിന്നെ ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ആണ്. അവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് വിറക് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ള വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്. സ്റ്റെയർ കേസിൻ്റെ വിവിധ പോർഷൻസാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. മുകളിലേക്കായിട്ടുള്ള പോർഷൻസൊക്കെ ഉണ്ട്. വീടിൻ്റെ മുകൾ വശത്തെ ദൃശ്യങ്ങളാണിത്. വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ മുകളിലായിട്ടാണ് വരുന്നത്. ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്, അത്യാവശ്യം സൗകര്യമുള്ള വീടാണ്. റോഡ് സൗകര്യമൊക്കെ ഉണ്ട്. ബസ് റൂട്ടിൽ നിന്ന് വെറും 5 മിനിറ്റ് ദൂരെയായിട്ടാണ് ഈ വീടും സ്ഥലവും വരുന്നത്. 10.5 സെൻറ്റോളം വരുന്നുണ്ട് ഏകദേശം. പിന്നെ പൈപ്പ് ലൈനൊക്കെ ഉണ്ട്. പൈപ്പ് ലൈനിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കോൺടാക്റ്റ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.